ശ്രീ സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ, അങ്ങേക്ക് 5 മിനിറ്റ് സംസാരിക്കാം. സാർ, ഞാൻ ഈ ഉപധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് സാർ. ഇവിടെ വളരെ മുതിർന്ന ആദരണീയനായ പ്രതിപക്ഷ ഉപനേതാവ് അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ സംസാരിച്ചപ്പോൾ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് വളരെ നിരാശ തോന്നി സാർ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഗൗരവപരമായ പ്രശ്നം എന്താണ്? കേന്ദ്രം വൈര്യനിര്യാതന ബുദ്ധിയോടെ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അർഹതപ്പെട്ട ധനകാര്യ വിഹിതം ഭരണഘടനാ വിരുദ്ധമായി എല്ലാ വ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ട് നമുക്ക് നിഷേധിക്കുകയാണ്. അവർ നടത്തുന്ന ഈ സാമ്പത്തിക ഉപരോധം ഈ ഗവൺമെന്റിനോ LDFനോ എതിരായിട്ട് മാത്രമല്ല സാർ, ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും എതിരായിട്ടുള്ളതാണ്. ഈ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. ആ ഘട്ടത്തിൽ ഒരുമിച്ചു നിൽക്കേണ്ടതിന് പകരം ഈ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് ഓശാന പാടുന്ന സമീപനമാണ് ഇപ്പോഴും പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഈ സഭയ്ക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്ന സഭാ സമ്മേളനത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ സമരം നടത്തിയപ്പോഴും സുപ്രീം കോടതിയിൽ സമീപിച്ചപ്പോഴും ആ ഘട്ടത്തിലൊക്കെ പ്രതിപക്ഷത്തിന്റെ സഹകരണം അഭ്യർത്ഥിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിലാണോ സഹകരണം, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം എന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ് തന്നെ ഈ സഭയിൽ സൂചിപ്പിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അവർ വീണ്ടും അതിൽ നിന്ന് പിന്നോക്കം പോവുകയാണ്. എന്നെ തല്ലണ്ടമാവാ, ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന നയത്തിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് സാർ. അക്കാര്യത്തിൽ ഇന്ന് ഇവിടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരമുള്ള പ്രസ്താവനയിലൂടെ ഈ സംസ്ഥാനത്ത് ശ്രദ്ധേയമായ ചില പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വളരെ സുവ്യക്തമായി ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം അതൊന്നും നടക്കില്ല എന്ന മുൻവിധിയുമായി വരുന്ന ഇവരുടെ വികലമായ മനസ്സിന്റെയും വികസന വിരോധത്തിന്റെയും പ്രതിഫലനമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് സാർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നാളെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്ത് ലോകത്തെ ഏറ്റവും വലിയ കപ്പലെടുക്കുകയല്ലേ സാർ? ഈ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം നടന്നിട്ടുള്ള ഏറ്റവും വലിയ വികസനമല്ലേ സാർ? മറ്റെത്രയോ കാര്യങ്ങൾ ഇവിടെ ദേശീയപാത വികസനത്തിന്റെ കാര്യം, നമ്മുടെ പൊതുമരാമത്ത് റോഡുകളുടെ വികസനം, നമ്മുടെ ആശുപത്രികളുടെ വികസനം, നമ്മുടെ സ്കൂളുകൾ സ്മാർട്ട് സ്കൂളുകളായി മാറിയത്, ഗെയിൽ പൈപ്പ് ലൈൻ്റെ പദ്ധതി നടപ്പിലാക്കിയത്, കൊച്ചി വാട്ടർ വെട്ടർ നടപ്പിലാക്കിയത്, K-ഫോൺ നടപ്പിലാക്കിയത്, മലയോര പാതയൊക്കെ അടക്കം, മെഡിസെപ്പ് അടക്കം, ലൈഫ് പദ്ധതിയിലൂടെ 4 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തീകരിച്ചതടക്കം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്താവുന്ന എത്രയോ അതുല്യമായ നേട്ടങ്ങളാണ് സാർ ഈ ഗവൺമെന്റ് ഈ സാമ്പത്തിക ഉപരോധത്തിൽപ്പെട്ട് ഞെരുങ്ങുമ്പോഴും നടക്കുന്നത്. നമ്മുടെ ധനകാര്യമന്ത്രിയെ ഒരു പത്മവ്യൂഹത്തിലാക്കാനുള്ള ശ്രമമല്ലേ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനത്തെ BJPയും സംസ്ഥാനത്തെ പ്രതിപക്ഷവും എല്ലാം ചേർന്ന് നടക്കുമ്പോൾ ആ പത്മവ്യൂഹം ഭേദിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് അജയ്യമായി ഈ ധനകാര്യ വകുപ്പും ഈ ഗവൺമെന്റും മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. നമ്മുടെ ധനകാര്യ കമ്മീഷൻ അവാർഡിന്റെ കാര്യത്തിൽ അടക്കമൊക്കെ നമ്മൾ നേരിടുന്ന വിവേചനങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയോടും ഫെഡറൽ തത്വങ്ങളോടും ഭരണഘടനയുടെ 202 വകുപ്പ് പ്രകാരമുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവകാശങ്ങളിന്മേലൊക്കെയുള്ള കടന്നുകയറ്റമാണ് സാർ. അതിനെതിരെ പ്രതിരോധിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ ഭാവികാല താല്പര്യങ്ങൾക്ക് ഏറ്റവും അധികം അനുഗുണമായ ഒരു വലിയ പൊതു ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. കേന്ദ്ര ഗ്രാന്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വലിയ വെട്ടിക്കുറവ് അഭിമുഖീകരിക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ കുടിശ്ശിക, UGC ശമ്പള പരിഷ്കരണം 750 കോടി രൂപയുടെ കുടിശ്ശിക, നഗരവികസന ഗ്രാന്റിന്റെ കുടിശ്ശിക 546.45 കോടി രൂപയുടെ കുടിശ്ശിക, ഗ്രാമവികസന ഗ്രാന്റിന്റെ കാര്യത്തിൽ 1008 കോടി രൂപയുടെ കുടിശ്ശിക, ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് 790 കോടി രൂപയുടെ കുടിശ്ശിക, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാകേണ്ട തുകയിൽ 138 കോടി രൂപയുടെ കുടിശ്ശിക, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിൽ 69 കോടി രൂപയുടെ കുടിശ്ശിക,
ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യൽ അസിസ്റ്റൻസിന് 1925 കോടി രൂപയുടെ കുടിശ്ശിക, GST നഷ്ടപരിഹാരം 511 കോടി രൂപയുടെ കുടിശ്ശിക. ഇങ്ങനെ എത്രയോ കാര്യങ്ങളിൽ കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന ഒരു സ്ഥിതിയാണ് സാർ ഇവിടെ അഭിമുഖീകരിക്കുന്നത്. അതിനെതിരെ ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്തുകയും ഈ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയല്ലേ സാർ ഉത്തരവാദിത്തമുള്ള ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷത്തിന്റെ ദൗത്യം. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം സാർ. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പദ്ധതികൾ, സംരക്ഷണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നുള്ളൊരു കാര്യം ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. പ്രധാനമായും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഒരു നട്ടെല്ലായി വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് റബ്ബർ കൃഷി. ആ റബ്ബർ കൃഷിയെ ഇന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പറിച്ചു നടാനുള്ള ബോധപൂർവമായ ശ്രമം കേന്ദ്ര ഗവൺമെന്റ് ഒത്താശയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. അവിടെ റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതൊന്നും നമുക്ക് വിരോധമില്ല, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ കേരളത്തിലെ റബ്ബർ കാർഷിക മേഖലയെ തകർക്കുകയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 5 ലക്ഷത്തിൽ പരം ഹെക്ടർ സ്ഥലത്ത് പുതുതായി റബ്ബർ കൃഷി നടത്തുമ്പോൾ അതിന് എല്ലാ സഹായവും റബ്ബർ പ്രൊഡ്യൂസേഴ്സായി ടയർ ഉൽപാദക കമ്പനികളുടെ CSR ഫണ്ട് അടക്കം കേന്ദ്ര ഗവൺമെന്റ് മതിയായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് കേരളത്തിലെ റബ്ബർ കാർഷിക മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള നയങ്ങളുമായി നമ്മൾ ആവും വിധമൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരള റബ്ബർ ലിമിറ്റഡ് വെള്ളൂരിൽ സ്ഥാപിച്ചിട്ടുള്ള കേരള റബ്ബർ ലിമിറ്റഡ് കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിന്റെ ഉൽപാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം ആരംഭിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ഒരു അഭ്യർത്ഥിക്കുകയാണ് സാർ. അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, മുമ്പ് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ അഭ്യർത്ഥിച്ച ഒരു കാര്യമാണ് നമ്മുടെ കോർട്ട് ഫീസുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബ കോടതികളിൽ വർദ്ധിപ്പിച്ച വ്യവഹാരങ്ങൾ ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള കേസുകൾക്കുള്ള ഫീസും വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണം എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണ് സാർ. ഈ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നുള്ള മഹാകവി വള്ളത്തോളിന്റെ വാക്യങ്ങൾ നമ്മൾ എല്ലാവരും നെഞ്ചേറ്റി നെഞ്ചിൽ പേറിക്കൊണ്ട് ഈ സംസ്ഥാന താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ് എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കുന്നതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.